എല്ലാ കൂട്ടുകാർക്കും മറ്റൊരു ക്ലാസ്സിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മൾ മലയാളത്തിൻ്റെ അർദ്ധവാർഷിക പരീക്ഷ അല്ലെങ്കിൽ ക്രിസ്മസ് എക്സാമിൻ്റെ ചോദ്യപേപ്പറും അതുപോലെ അതിൻ്റെ ഉത്തരവുമാണ് നോക്കുന്നത്. ഇത് 2024-25 എക്സാം പേപ്പറാണ്. ഇനി നമുക്ക് നേരെ നമ്മുടെ ക്ലാസ്സിലേക്ക് കിടക്കാം. അപ്പോൾ ഒന്നാമത്തെ പ്രവർത്തനമാണ് വായിക്കാം എഴുതാം. നമ്മൾ വായിച്ചതിന് ശേഷമാണ് ഉത്തരം എഴുതേണ്ടത്. അപ്പോൾ നമുക്കിവിടെ തന്നിട്ടുള്ള പാരഗ്രാഫിൻ്റെ ഹെഡിങ് എന്താണ്? ചിറ്റാടയും വയൽപ്പൂക്കളും പിന്നെ തിളങ്ങുന്ന കുറേ ഓർമ്മകളും. ഇനി നമുക്ക് ഈ ഒരു പാരഗ്രാഫിലേക്ക് കടക്കാം. പള്ളിക്കുന്നിലെ തിണയ്ക്കൽ തറവാട്ടിൽ അച്ഛൻ്റെ വിയോഗം തീർത്ത വറുതിയുടെ നാളുകൾ. പള്ളിക്കുന്ന് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു സ്ഥലമുണ്ടായിരുന്നു. അവിടെ തിണയ്ക്കൽ തറവാട്ടിൽ അച്ഛൻ മരിച്ചുപോയി. അങ്ങനെ അവർക്കുണ്ടായ വളരെ ബുദ്ധിമുട്ടേറിയ നാളുകളാണ് ഇവിടെ പറയുന്നത്. വയറു നിറയെ ആഹാരം കഴിച്ചൊരു ദിവസങ്ങൾ എത്രയായി. അച്ഛൻ മരിച്ചതോടെ വീട്ടിൽ ആഹാരത്തിന് വേണ്ടിയിട്ടുള്ള സാധനങ്ങളൊന്നും കൊണ്ടുവരാൻ ആരുമില്ലാതെയായി. ഉള്ളുപിടയുന്ന ആദിയുമായി അമ്മ വളരെ ആഗ്രഹത്തോടു കൂടി അമ്മ പറയുകയാണ്, വയറു നിറയെ ആഹാരം കഴിച്ചൊരു ദിവസങ്ങൾ എത്രയായി. നെടുവീർപ്പുമായ അരികിൽ സഹോദരങ്ങൾ. തിണയ്ക്കൽ പത്മനാഭൻ നായർ ലോകമാദരിക്കുന്ന ടി പത്മനാഭൻ എന്ന എഴുത്തുകാരനായതിനു പിന്നിൽ നീന്തിക്കടന്ന ദുരിതക്കടലുകൾ ഏറെയാണ്. അപ്പോൾ ഇവിടെ പള്ളിക്കുന്നിലെ തിണയ്ക്കൽ തറവാട്ടിലെ അച്ഛൻ എന്ന് പറയുന്നത് ടി പത്മനാഭനാണ്. അപ്പോൾ തിണയ്ക്കൽ പത്മനാഭൻ നായർ ഒരു ലോകമാദരിക്കപ്പെടുന്ന ടി പത്മനാഭൻ എന്ന എഴുത്തുകാരനായി മാറി. എങ്ങനെയാണ് മാറിയത്? അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൽ പല അനുഭവങ്ങളും അദ്ദേഹം അനുഭവിച്ചു. എങ്ങനത്തെ അനുഭവങ്ങളാണ്? ദുരിതമേറിയ അനുഭവങ്ങൾ. അങ്ങനെയാണ് അദ്ദേഹം ഒരു എഴുത്തുകാരനായി മാറിയത്. പത്മനാഭൻ്റെ മനസ്സിൽ ഇപ്പോഴും ആ കുട്ടിയുണ്ട്. അതായത് ഇവിടെ കുട്ടി എന്ന് പറഞ്ഞിട്ടുള്ളത് ആര് തന്നെയാണ്? പത്മനാഭൻ തന്നെയാണ്. പത്മനാഭൻ കുട്ടിയായിരുന്നപ്പോൾ ഉണ്ടായിരുന്ന ദുരിതമേറിയ അനുഭവങ്ങൾ ഇപ്പോഴും പത്മനാഭൻ്റെ മനസ്സിലുണ്ട് എന്നാണ് പറയുന്നത്. അവനൊരുക്കിയ കണ്ണീരിൻ്റെ ഉപ്പുരസമുണ്ട്. അദ്ദേഹത്തിൻ്റെ കണ്ണിൽ നിന്ന് വന്ന കണ്ണുനീരിൻ്റെ ഓർമ്മയും അദ്ദേഹത്തിനുണ്ട്. ആ കണ്ണുനീരിൻ്റെ ഉപ്പുരസവുമുണ്ട് എന്ന് പറഞ്ഞാൽ അതിൻ്റെ ദുരിതമേറിയ സാഹചര്യങ്ങളും അദ്ദേഹത്തിൻ്റെ ആ ഒരു കണ്ണുനീരിൽ ഉണ്ടായിരുന്നു എന്നാണ് പറയുന്നത്. ആ ലവണാംശമാണ് അതായത് ആ ഒരു ദുരിതമേറിയ സംഭവങ്ങളുടെ അംശങ്ങളാണ് പത്മനാഭൻ എഴുതിയ കുട്ടികൾ പ്രധാന കഥാപാത്രമായി വരുന്ന കഥകളിൽ പല രീതിയിൽ നാം അനുഭവിക്കുന്നത്. അപ്പോൾ അദ്ദേഹം കുട്ടികൾക്ക് വേണ്ടിയിട്ട് എഴുതിയിട്ടുള്ള പല കഥകളും ഉണ്ടായിരുന്നു. അപ്പോൾ ആ ഒരു കഥകളിലെല്ലാം കാണുന്നത് അദ്ദേഹത്തിൻ്റെ ദുരിതപൂർണമായിട്ടുള്ള അവസ്ഥകളാണ്. ബാലകൗമാര മനസ്സുകളുടെ അനുഭവ പ്രപഞ്ചത്തിലേക്കുള്ള ജാലകം മലയാള ചെറുകഥയിൽ ആദ്യം തുറന്നിട്ടത് പത്മനാഭനാണ്. അപ്പോൾ ടി പത്മനാഭനാണ് ആദ്യമായിട്ട് ബാലകൗമാര കഥകൾ എഴുതാൻ തുടങ്ങിയിട്ടുള്ളത്. അതായത് ചെറിയ കുട്ടികളെ കുറിച്ചിട്ടുള്ള കഥകളൊക്കെ ഉണ്ടാവില്ല. അപ്പോൾ അങ്ങനത്തെ കഥകൾ ആദ്യമായി അതിലേക്കുള്ളൊരു വാതിൽ തുറന്നിട്ടത് പത്മനാഭനാണ്. മഞ്ഞ നിറമുള്ള റോസാപ്പൂവ്, അന്തിവെളിച്ചം, അശ്വതി, ശിശുദിനം, വനവാസനം, ഒരു കൊച്ചു ചങ്ങാതി, ഒരു ചെറിയ കഥ, ഗോട്ടി, ഒടുവിലത്തെ താവളം, വീട് നഷ്ടപ്പെട്ട ഒരു കുട്ടി, പഴയ ഓർമ്മകൾ, പുതിയ സ്വപ്നങ്ങൾ തുടങ്ങി മികച്ച ഉദാഹരണങ്ങൾ ഏറെയുണ്ട്. അപ്പോൾ ഇതെല്ലാം അദ്ദേഹത്തിൻ്റെ ചെറുകഥകളാണ്. ഇനി നമുക്ക് ഇവിടെ നൽകിയിട്ടുള്ള ഓരോ ചോദ്യങ്ങളും വായിച്ചു നോക്കാം. അച്ഛൻ്റെ വിയോഗം തിണയ്ക്കൽ തറവാടിനെ ബാധിച്ചത് എങ്ങനെയാണ് മക്കളെ? അപ്പോൾ തിണയ്ക്കൽ തറവാട്ടിൽ അച്ഛൻ്റെ വിയോഗം അവരെ ബാധിച്ചത്. വിയോഗം എന്ന് പറഞ്ഞാൽ മരണം എന്നാണ് അർത്ഥം. ഒന്നാമത്തെ ഓപ്ഷൻ നോക്കാം, നെടുവീർപ്പായി. രണ്ടാമത്തേത് പട്ടിണിയായി. മൂന്നാമത്തേത് രോഗങ്ങളായി. നാലാമത്തേത് ഒറ്റപ്പെടലായി. അപ്പോൾ ഇതിലേതാണ് ശരിയായ ഉത്തരം? അതെ, പട്ടിണിയായി എന്നുള്ളതാണ് ശരിയായ ഉത്തരം. ഇനി രണ്ടാമത്തേത്, കണ്ണുനീരിൻ്റെ ഉപ്പുരസം കൊണ്ട് അർത്ഥമാക്കുന്നത് എന്താണ് ഈ കണ്ണീരിൻ്റെ ഉപ്പുരസം കൊണ്ട് അർത്ഥമാക്കുന്നത്? നമുക്ക് ഓപ്ഷൻസ് നോക്കാം. തീർത്താനാകാത്ത കരച്ചിൽ, ദുരിതപൂർണമായ ബാല്യം, രുചിയില്ലാത്ത ഭക്ഷണം, കണ്ണീരിന് ഉപ്പിൻ്റെ രുചിയുണ്ട്. ഇതിലേതാണ് ശരി? ബി ആണ് ശരി, ദുരിതപൂർണമായ ബാല്യം. ഇനി മൂന്നാമത്തെ ചോദ്യമാണ്, കുട്ടികൾ പ്രധാന കഥാപാത്രങ്ങളാകുന്ന പത്മനാഭൻ്റെ കഥകൾ ഏത്? അപ്പോൾ നമുക്കിവിടെ പാരഗ്രാഫിൽ കുറേ പത്മനാഭൻ്റെ ചെറുകഥകൾ നൽകിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ ഒരു കഥകൾ ഏതൊക്കെയാണ് എന്നുള്ളത് നമ്മൾ ഈ ഒരു ഓപ്ഷൻസിൽ നിന്നും തിരഞ്ഞെടുക്കണം. അപ്പോൾ ഒന്നാമത്തെ ഓപ്ഷൻ നോക്കൂ, അന്തിവെളിച്ചം, അശ്വതി, വനവാസം. രണ്ടാമത്തേത് അന്തിവെളിച്ചം, അശ്വതി, കടൽ തീരത്ത്. മൂന്നാമത്തേത് അശ്വതി, അന്തിവെളിച്ചം, രാമച്ചി.
നാലാമത്തത് കടൽ തീരത്ത് വനവാസനം രാമജി. ഇതിൽ ഏതാണ് ശരിയായിട്ടുള്ളത്? ഒന്നാമത്തേതാണ് ശരിയായിട്ടുള്ളത് അല്ലേ? കാരണം എന്താണ്? ഒന്നാമതായി നൽകിയിട്ടുള്ള എല്ലാ കഥകളും നമുക്കിവിടെ പാരഗ്രാഫിൽ നൽകിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ നമ്മുടെ ഒന്നാമത്തേതാണ് ശരിയായിട്ടുള്ളത്. ഇനി നാലാമത്തെ ചോദ്യം നോക്കൂ. കുട്ടികളുടെ അനുഭവങ്ങളെ പത്മനാഭൻ സർഗാത്മകമായി അവതരിപ്പിച്ചത് എവിടെ? ഓപ്ഷൻ 1 ചെറുകഥയിൽ, ഓപ്ഷൻ 2 നാടകങ്ങളിൽ, ഓപ്ഷൻ 3 നോവലുകളിൽ, ഓപ്ഷൻ 4 സമൂഹമാധ്യമങ്ങളിൽ. അപ്പോൾ ഏതാണ് ശരി? ചെറുകഥയിലാണ് അദ്ദേഹം കുട്ടികളുടെ അനുഭവങ്ങളെ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. അഞ്ചാമത്തേത് എഴുത്തുകാരനെ രൂപപ്പെടുത്തുന്നതിൽ അനുഭവങ്ങൾക്ക് വലിയ പങ്കുണ്ട് എന്ന പ്രസ്താവന ടി പത്മനാഭൻ പ്രസക്തമാക്കുന്നത് എപ്പോൾ? അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞു, ഒരു എഴുത്തുകാരനാകണമെന്നുണ്ടെങ്കിൽ അദ്ദേഹത്തിൻ്റെ അനുഭവങ്ങൾ അത് വളരെയധികം പ്രധാനമായിട്ടുള്ള ഒരു കാര്യമാണ്. അപ്പോൾ ഇത് ഏതൊരു പ്രസ്താവനത്തിലാണ് ടി പത്മനാഭൻ പ്രസക്തമാക്കുന്നത്? ഓപ്ഷൻ 1 അച്ഛൻ്റെ വിയോഗം ഓർക്കുമ്പോൾ, ഓപ്ഷൻ 2 എഴുത്തുകാരനായി അറിയപ്പെടുമ്പോൾ, ഓപ്ഷൻ 3 കുട്ടികൾ കഥാപാത്രങ്ങളാകുന്ന രചനകൾ പരിശോധിക്കുമ്പോൾ, ഓപ്ഷൻ 4 അമ്മയെയും സഹോദരങ്ങളെയും കാണുമ്പോൾ. അപ്പോൾ ഏതാണിതിൽ ശരിയായത്? ഓപ്ഷൻ 3 ആണ്, കുട്ടികൾ കഥാപാത്രങ്ങളാകുന്ന രചനകൾ പരിശോധിക്കുമ്പോൾ. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ആ ഒരു രചനകളെല്ലാം പരിശോധിക്കുമ്പോൾ അതിൽ എന്തുണ്ട്? അദ്ദേഹത്തിൻ്റെ അനുഭവങ്ങൾക്ക് വലിയ പങ്കുണ്ട് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. ഇനി നമുക്ക് പ്രവർത്തനം 2 നോക്കാം. പ്രവർത്തനം 2 A, B എന്നിങ്ങനെ 2 ചോദ്യമുണ്ട്. അപ്പോൾ ആദ്യം നമുക്ക് A ക്വസ്റ്റ്യൻ ചെയ്യാം. പ്രതികരണക്കുറിപ്പ് തയ്യാറാക്കുക. അപ്പോൾ നിങ്ങൾക്ക് എയിൽ വരുന്നത് പ്രതികരണക്കുറിപ്പ് തയ്യാറാക്കാനാണ്. അപ്പോൾ ഇവിടെ നിങ്ങൾക്കൊരു കവിത നൽകിയിട്ടുണ്ട്. ആ ഒരു കവിതയൊന്ന് വായിച്ചു നോക്കാം. കാടു കാക്കും കാട്ടുമക്കളെ, കാടിന്നുയരാം കാട്ടുമക്കളെ, കാടുപോറ്റിയ കാട്ടുമക്കളെ, ചേർന്നു നിൽക്കണം നമ്മളെന്നും. ഈ വരികളും നെഞ്ചിയമ്മ പറഞ്ഞ കാര്യങ്ങളും പരിഗണിച്ച് പ്രതികരണക്കുറിപ്പ് തയ്യാറാക്കുക. അപ്പോൾ നിങ്ങളോട് ഇവിടെ ഒരു പ്രതികരണക്കുറിപ്പാണ് തയ്യാറാക്കാൻ പറഞ്ഞിട്ടുള്ളത്. എങ്ങനെയാണ് നിങ്ങൾ ഈ പ്രതികരണക്കുറിപ്പ് തയ്യാറാക്കേണ്ടത്? നിങ്ങൾക്കിവിടെ നൽകിയിട്ടുള്ള ഈ വരികളും അതുപോലെ നെഞ്ചിയമ്മ പറഞ്ഞ കാര്യങ്ങളും വെച്ചുകൊണ്ടാണ് നിങ്ങളൊരു പ്രതികരണക്കുറിപ്പ് തയ്യാറാക്കേണ്ടത്. അപ്പം നമുക്കൊരു പ്രതികരണക്കുറിപ്പ് തയ്യാറാക്കാം. വനത്തെ ആശ്രയിച്ച് ജീവിക്കുന്ന ആദിവാസി സമൂഹവും വനവും തമ്മിലുള്ള അഭേദ്യമായ ബന്ധത്തെയാണ് ഈ വരികൾ ഓർമ്മിപ്പിക്കുന്നത്. വനത്തിൻ്റെ സംരക്ഷകരും വനത്തിൻ്റെ ജീവനും വനത്താൽ പോറ്റപ്പെടുന്നവരുമാണ് കാട്ടുവാസികൾ. ഈ പരസ്പര ബന്ധം നിലനിർത്തേണ്ടതിൻ്റെ ആവശ്യകതയാണ് ചേർന്നു നിൽക്കണം നമ്മളെന്നും എന്ന വരിയിലൂടെ സൂചിപ്പിക്കുന്നത്. അപ്പം നമുക്ക് ചോദ്യപേപ്പറിൽ നൽകിയിട്ടുള്ള ആ 4 വരിയുടെ വിശദീകരണമാണ് നമ്മൾ ആദ്യത്തെ പാരഗ്രാഫിൽ നൽകിയിട്ടുള്ളത്. ഇനി രണ്ടാമത്തെ പാരഗ്രാഫിൽ നമ്മൾ കൊടുത്തിട്ടുള്ളത് എന്താണ്? നെഞ്ചിയമ്മയെക്കുറിച്ചാണ്. മൂന്നാമത്തെ പാരഗ്രാഫിൽ നമ്മൾ എല്ലാം കൂടി ഉൾപ്പെടുത്തി നമ്മുടെ അവസാനത്തെ കൺക്ലൂഷന് നമ്മൾ രേഖപ്പെടുത്തും, അതായത് ഉപസംഹാരം നമ്മൾ രേഖപ്പെടുത്തും. അപ്പോൾ ഇനി നമുക്ക് രണ്ടാമത്തെ പാരഗ്രാഫ് വായിച്ചു നോക്കാം. വനവിഭവങ്ങൾ ഉപയോഗിച്ച് ജീവിതം നയിക്കുന്ന, പ്രകൃതിയോട് ഇണങ്ങി ജീവിക്കുന്ന ഒരു ജനതയുടെ പ്രതിനിധിയാണ് നെഞ്ചിയമ്മ. അവരുടെ ജീവിതാനുഭവങ്ങളും പാട്ടുകളും ഈ പ്രകൃതി ബന്ധം വ്യക്തമാക്കുന്നു. ആധുനിക സമൂഹത്തിൻ്റെ ഇടപെടലുകൾ വനത്തിൻ്റെയും വനവാസികളുടെയും നിലനിൽപ്പിന് ഭീഷണിയാകുമ്പോൾ നെഞ്ചിയമ്മയുടെ വാക്കുകൾക്കും ഈ കവിതയിലെ വരികൾക്കും വലിയ പ്രാധാന്യമുണ്ട്. വനത്തെ ചൂഷണം ചെയ്യുന്നതിന് പകരം സംരക്ഷിക്കേണ്ടതിൻ്റെ ആവശ്യകത ഇവ നമ്മെ ഓർമ്മിപ്പിക്കുന്നു. വനവും മനുഷ്യനും തമ്മിലുള്ള ഈ ആഴത്തിലുള്ള ബന്ധം തിരിച്ചറിയുകയും വനവാസികളുടെ ജീവിത രീതികളെ മാനിക്കുകയും ചെയ്യേണ്ടത് അത്യാവശ്യമാണ്. ഇനി പ്രവർത്തനം 2 ബി ക്വസ്റ്റ്യൻ നോക്കാം. ഞങ്ങൾക്ക് പാട്ട് പഠിക്കേണ്ട കാര്യമില്ല. കാട്ടുമക്കളെ പറ്റി നെഞ്ചിയമ്മ ഇങ്ങനെ പറയാൻ കാരണമെന്ത്? അപ്പോൾ എന്തുകൊണ്ടായിരിക്കും നെഞ്ചിയമ്മ ഇങ്ങനെ പറഞ്ഞിട്ടുള്ളത് എന്നുള്ളതാണ് നമ്മൾ ഇനിയിവിടെ എഴുതേണ്ടത്. അപ്പോൾ നമുക്ക് എഴുതാം. വയനാട്ടിലെ ആദിവാസികൾക്ക് പാട്ട് എന്നത് പഠിച്ചെടുക്കേണ്ട ഒരു കലയല്ല, മറിച്ച് അവരുടെ ജീവിതത്തിൻ്റെയും സംസ്കാരത്തിൻ്റെയും ഭാഗമാണ്. അവർ പാടിക്കൊണ്ടാണ് പണിയെടുക്കുന്നതും ജീവിക്കുന്നതും. അതുകൊണ്ടാണ് ഞങ്ങൾക്ക് പാട്ട് പഠിക്കേണ്ട കാര്യമില്ല എന്ന് നെഞ്ചിയമ്മ പറഞ്ഞത്. ഇനി പ്രവർത്തനം 3 നോക്കാം. പ്രവർത്തനം 3 ഒരു നിവേദനം തയ്യാറാക്കാനുള്ളതാണ്. നമുക്ക് ചോദ്യം വായിച്ച് നോക്കാം. നാട്ടിലെ പൊതുവായനശാലകളെ നിങ്ങൾക്ക് പരിചയമില്ലേ? സ്കൂളിലെ കൂട്ടുകാർക്ക് സൗകര്യപ്രദമായി പൊതുവായനശാല
ഉപയോഗിക്കാൻ അവസരം അഭ്യർത്ഥിച്ചുകൊണ്ട് വായനാശാല സെക്രട്ടറിക്ക് നൽകാൻ നിവേദനം തയ്യാറാക്കുക. അപ്പം നമ്മൾ വായനാശാല സെക്രട്ടറിക്ക് ഒരു നിവേദനം ഉണ്ടാക്കണം. അതിൽ നമ്മൾ എന്ത് അഭ്യർത്ഥിക്കണം? പൊതുവായനശാല കുട്ടികൾക്ക് കൂടി ഉപയോഗിക്കാൻ സൗകര്യപ്രദമാക്കണം എന്നുള്ള ഒരു കാര്യം വെച്ചുകൊണ്ടാണ് നമ്മൾ ഈ ഒരു നിവേദനം തയ്യാറാക്കേണ്ടത്. അപ്പോൾ നമുക്ക് തയ്യാറാക്കാം. നിവേദനം എങ്ങനെ തയ്യാറാക്കും എന്നുള്ളൊരു സംശയം നിങ്ങൾക്ക് ഉണ്ടാവല്ലേ? അപ്പോൾ ഒരു ചെറിയൊരു മോഡലാണ് ഞാനിവിടെ നൽകിയിട്ടുള്ളത്. ഇതുപോലെ നിങ്ങൾക്ക് എന്ത് തയ്യാറാക്കാം? നിവേദനം തയ്യാറാക്കാം. അപ്പോൾ ആദ്യമായിട്ട് മുകളിൽ ആരാണോ ഈ ഒരു നിവേദനം അയക്കുന്നത്, അതായത് ഇവിടെ നിങ്ങളല്ലേ ഈ നിവേദനം അയക്കുന്നത്, അപ്പോൾ നിങ്ങളുടെ സ്ഥലത്തിൻ്റെ പേര് എഴുതണം. നിങ്ങൾ അയക്കുന്ന തീയതിയും മുകളിൽ എഴുതണം. അതിനുശേഷം കുറച്ച് സ്ഥലം വിട്ടിട്ട് നമ്മൾ ആർക്കാണോ അയക്കുന്നത്, വായനാശാല സെക്രട്ടറിക്കാണ്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ പേരും എവിടെയാണ് ആ വായനാശാല ഉള്ളത് എന്നൊക്കെ നമ്മൾ എഴുതണം. അപ്പോൾ നമുക്ക് നോക്കാം. വായനാശാല സെക്രട്ടറി, വിദ്യാനിലയം വായനാശാല, തിരുവനന്തപുരം. ഇനി നമ്മൾ വീണ്ടും കുറച്ച് സ്ഥലം വിട്ടതിന് ശേഷം നമ്മൾ എന്തിനെക്കുറിച്ചാണ് ഈ ഒരു നിവേദനം, എന്തിനു വേണ്ടിയിട്ടാണ് അല്ലെങ്കിൽ എന്തിനെക്കുറിച്ചാണ് ഇതിൽ പറഞ്ഞിട്ടുള്ളത് എന്നുള്ളത് സൂചിപ്പിക്കണം. നമ്മൾ എങ്ങനെയാണ് അത് എഴുതേണ്ടത്? ആദ്യം നമ്മൾ വിഷയം എന്നെഴുതുക. എന്നിട്ട് 2 ഡോട്ട് ഇട്ടതിന് ശേഷം എഴുതണം എന്ത്? സ്കൂൾ വിദ്യാർത്ഥികൾക്ക് വായനാശാല ഉപയോഗിക്കാൻ സൗകര്യം അഭ്യർത്ഥിക്കുന്നതിനെ സംബന്ധിച്ച് എന്ന്. അതിനുശേഷം വീണ്ടും കുറച്ച് സ്ഥലം വിട്ടതിന് ശേഷം സർ എന്ന് പറഞ്ഞ് തുടങ്ങുക. എന്നിട്ടോ ഞാൻ എന്നതിന് ശേഷം നിങ്ങളുടെ സ്കൂളിൻ്റെ പേര് എഴുതുക. അപ്പോൾ നമുക്കൊരു ഉദാഹരണം പറയാം. ഞാൻ GHS സ്കൂളിലെ ഒരു വിദ്യാർത്ഥിനിയാണ്. എന്നാൽ സ്കൂൾ സമയത്തിനു ശേഷം വായനാശാല അടയ്ക്കുന്നത് കാരണം പല വിദ്യാർത്ഥികൾക്കും വായനാശാല ഉപയോഗിക്കാൻ സാധിക്കുന്നില്ല. അതിനാൽ സ്കൂൾ വിദ്യാർത്ഥികൾക്ക് കൂടി സൗകര്യപ്രദമായ രീതിയിൽ വായനാശാലയുടെ പ്രവർത്തന സമയം ക്രമീകരിക്കണമെന്ന് അപേക്ഷിക്കുന്നു. ഈ വിഷയത്തിൽ അനുകൂലമായ ഒരു നടപടി സ്വീകരിക്കുമെന്ന് പ്രതീക്ഷിക്കുന്നു. അങ്ങനെ നമ്മുടെ നിവേദനത്തിൻ്റെ മെയിൻ കണ്ടൻറ്റ് ഇവിടെ അവസാനിക്കുകയാണ്. ഇതോടുകൂടി നമ്മൾ അങ്ങ് നിർത്തിവെക്കാൻ പറ്റില്ല. നമ്മൾ എന്ത് ചെയ്യണം? ഇനി കുറച്ച് സ്ഥലം വിട്ടതിന് ശേഷം വിശ്വസ്തയോടെ എഴുതുക. അതിനുശേഷം അതിന് തൊട്ട് താഴെ നിങ്ങളുടെ ഒപ്പ് കൊടുക്കുക. അതിന് തൊട്ട് താഴെയായിട്ട് നിങ്ങളുടെ പേര്, പിന്നെ നിങ്ങളുടെ ക്ലാസ്, പിന്നെ നിങ്ങളുടെ സ്കൂളിൻ്റെ പേര്. അങ്ങനെ ഇത് മുഴുവൻ രേഖപ്പെടുത്തി കഴിഞ്ഞാൽ നിങ്ങളുടെ നിവേദനം അവസാനിച്ചു. പ്രവർത്തനം 4. ആസ്വാദനക്കുറിപ്പ്. ഉച്ചക്കഞ്ഞി. ഇന്ന് എന്തു പറ്റി? ഉഷാറായി വർക്ക് ചെയ്തു വന്നിരുന്ന ജോസ് ഇന്ന് വർക്കേ ചെയ്തില്ല. മടിയൻ കുഞ്ചു, എണീക്ക്. സൗദാമണി ടീച്ചർ 2 പെട കൊടുത്തു. പഠിക്കാൻ സമയം കിട്ടിയില്ല? 2 ദിവസം ഒഴിവായിരുന്നല്ലോ. കളിയാക്കിക്കൊണ്ട് ഹംസമാഷ് ഒരു നുള്ളു പാസാക്കി. ഇന്നലെ രാത്രി പണിയെടുക്കാൻ പോയിരുന്നോ? ഉറക്കം തൂങ്ങി. ചന്ദ്രൻ മാഷ് ചെവി പിടിച്ചു തൂക്കി. ഇന്റർവെല്ലിന് ക്ലാസ്സിലൊരു കരച്ചിൽ. കുട്ടികൾ ആരുമല്ല കരയുന്നത്. പിന്നെ ഒടുവിൽ കണ്ടെത്തി, ജോസിൻ്റെ ബാഗിൽ നിന്നാണ്. അവൻ എവിടെ പോയി? അവസാനം ഒരുത്തൻ ബാഗ് തുറന്നു. ഒറ്റ ചാട്ടം, ഒരു കാറലും. എനിക്ക് ചോറും പയറും വേണേ. ജോസിൻ്റെ ചോറുപാത്രം വല്ലതും കണ്ടിട്ട് 2 ദിവസമായിരുന്നു. കഥ വായിച്ചില്ലേ? കഥയ്ക്ക് ആസ്വാദനക്കുറിപ്പ് തയ്യാറാക്കുക. അപ്പം നമ്മൾ കഥ വായിച്ചു. ഇനി ഈ ഒരു കഥയ്ക്ക് നമ്മളൊരു ആസ്വാദനക്കുറിപ്പ് തയ്യാറാക്കണം. അപ്പോൾ കഥ എല്ലാവർക്കും മനസ്സിലായില്ലേ? എന്താണ് കഥ? ഒരു ജോസ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു കുട്ടി ഉണ്ടായിരുന്നു. ആ കുട്ടിക്ക് ഭക്ഷണം കിട്ടിയിട്ട് 2 ദിവസമായി. അതുകൊണ്ട് തന്നെ അവന് വളരെയധികം ക്ഷീണിച്ചിരിക്കുകയാണല്ലേ. അവന് വർക്കൊന്നും ചെയ്തില്ല. അപ്പോൾ പെട്ടെന്നാണ് സ്കൂളിൽ നിന്ന് ആരോ കരയുന്നത്. അപ്പോൾ എവിടെ നിന്നാണ് കരച്ചിൽ കേൾക്കുന്നത്? ജോസിൻ്റെ ബാഗിൽ നിന്നാണ് കരച്ചിൽ കേൾക്കുന്നത്. അപ്പോൾ ആരോ പോയി ആ ബാഗൊന്ന് തുറന്നു. അപ്പോൾ എന്താ സംഭവിച്ചത്? ഒരൊറ്റ ചാട്ടം. ആരാ ചാടിയത്? ജോസിൻ്റെ ചോറ്റുപാത്രം. അപ്പോൾ എന്നിട്ട് ജോസിൻ്റെ ചോറ്റുപാത്രം ഭയങ്കര കരച്ചിലാണ്. എന്തിനാ കരയുന്നത്? എനിക്ക് ചോറും പയറും തരണേ എന്ന് പറഞ്ഞ് കരയുകയാണ്. കാരണം എന്താണ്? ആ ചോറ്റുപാത്രം ഭക്ഷണം കണ്ടിട്ട് 2 ദിവസമായി. അതുകൊണ്ടാണ് ആ ഒരു ചോറ്റുപാത്രം കരഞ്ഞത്. ആസ്വാദനക്കുറിപ്പ്. യദുകൃഷ്ണൻ N എഴുതിയ ഉച്ചക്കഞ്ഞി എന്ന കഥ ദരിദ്രത്തിൻ്റെ നേർക്കാഴ്ചയാണ്. ജോസ് എന്ന കുട്ടിയുടെ ജീവിതത്തിലൂടെയാണ് കഥ വികസിക്കുന്നത്. ജോസ് സ്കൂളിൽ വരാൻ മടിക്കുന്നതും അധ്യാപകരുടെ ശകാരവും ഒടുവിൽ അവൻ്റെ ബാഗിൽ നിന്നും ചോറ്റുപാത്രം തനിയെ ചാടി എനിക്ക് ചോറും പയറും വേണേ എന്ന് നിലവിളിക്കുന്നതും വായനക്കാരൻ്റെ മനസ്സിനെ ആഴത്തിൽ സ്പർശിക്കുന്നു. 2 ദിവസമായി ഭക്ഷണം കഴിക്കാതിരുന്ന ജോസിൻ്റെ വിശപ്പാണ് കഥയിലെ പ്രധാന വിഷയം. വിദ്യാർത്ഥികളുടെ മാനസികാവസ്ഥയും അവരുടെ ചുറ്റുപാടുകളും അധ്യാപകർ മനസ്സിലാക്കേണ്ടതിൻ്റെ ആവശ്യകതയും ഈ കഥ ഓർമ്മിപ്പിക്കുന്നു. പ്രവർത്തനം 5.
എ ക്വസ്റ്റ്യൻ ആണ് ഉപന്യാസം. സന്തോഷവും സൗന്ദര്യവും സങ്കടവും പങ്കുവയ്ക്കുന്ന ഫാത്തിമ തുരുത്ത് പരിചയപ്പെട്ടല്ലോ. നിങ്ങൾക്കും അവിടെയൊന്ന് പോകാൻ തോന്നിക്കാണുമല്ലോ. ഫാത്തിമ തുരുത്തിലെ കാഴ്ചകളെ വിശകലനം ചെയ്ത് ഉപന്യാസം തയ്യാറാക്കുക. ഉപന്യാസം. കൊച്ചു കേരളത്തിലെ ഒരു കൊച്ചു തുരുത്താണ് ഫാത്തിമ തുരുത്ത്. പ്രകൃതി സൗന്ദര്യത്താലും അവിടുത്തെ ജനങ്ങളുടെ സ്നേഹത്താലും ഈ തുരുത്ത് ഓരോ സഞ്ചാരിയുടെയും മനസ്സിൽ ഇടം പിടിക്കുന്നു. ഫാത്തിമ തുരുത്തിലെ കാഴ്ചകൾ ആരെയും ആകർഷിക്കുന്നവയാണ്. തുരുത്തിനെ ചുറ്റിയൊഴുകുന്ന പുഴയും അതിലെ ഓളങ്ങളും കരയിൽ തഴച്ചു വളരുന്ന കണ്ടൽക്കാടുകളും പച്ചപ്പട്ട് വിരിച്ചതുപോലെയുള്ള പാടങ്ങളും തെങ്ങിൻ തോപ്പുകളും തുരുത്തിൻ്റെ സൗന്ദര്യം വർദ്ധിപ്പിക്കുന്നു. പുഴയോരത്ത് നിന്ന് അസ്തമയ സൂര്യനെ കാണുന്നത് ഒരു പ്രത്യേക അനുഭൂതിയാണ്. ജനങ്ങൾ വളരെ ലളിത ജീവിതം നയിക്കുന്നവരാണ്. അവരുടെ സന്തോഷവും സങ്കടങ്ങളും അവർ പരസ്പരം പങ്കുവെക്കുന്നു. ഈ തുരുത്തിൻ്റെ സൗന്ദര്യം അവിടുത്തെ പ്രകൃതിയെ മാത്രമല്ല, മറിച്ച് അവിടുത്തെ മനുഷ്യരുടെ നന്മയും കൂടിയാണ്. ഈ തുരുത്ത് പ്രകൃതിയും മനുഷ്യനും തമ്മിലുള്ള ബന്ധത്തിൻ്റെ ഒരു നേർക്കാഴ്ചയാണ്. പ്രവർത്തനം 5-ലുള്ള ബി ക്വസ്റ്റ്യൻ നോക്കാം. രോഗബാധിതർ കിടന്നലറുന്ന കൂരകൾക്ക് കൈവിളക്കാവുന്നതെന്ത്? ഒന്നും കൂടെ വായിക്കാം. രോഗബാധിതർ കിടന്നലറുന്ന കൂരകൾക്ക് കൈവിളക്കാവുന്നതെന്ത്? ഓപ്ഷൻസ് നോക്കാം. മയപ്പെരുമ്പറ, പൂനിലാവ്, ജീവിതൗഷധം നിറച്ച സ്നേഹം, മുകിലുകൾ. ഉത്തരം നോക്കാം. ജീവിതൗഷധം നിറച്ച സ്നേഹം, അതാണ് അതിൻ്റെ ഉത്തരം. കാരണം എന്താണ്? രോഗം ബാധിച്ച് കഷ്ടപ്പെടുന്നവർക്ക് ഏറ്റവും വലിയ ആശ്വാസം സ്നേഹമാണ്. സ്നേഹത്തിലൂടെയും പരിചരണത്തിലൂടെയുമാണ് അവർക്ക് ജീവിതത്തിലേക്ക് തിരിച്ചു വരാൻ സാധിക്കുന്നത്. ഇനി നമുക്ക് അവസാനത്തെ പ്രവർത്തനമായിട്ടുള്ള 6-ാമത്തെ പ്രവർത്തനം ചെയ്യാം. ഇവിടെ നിങ്ങൾക്കൊരു JCBയെ കാണാം. JCB എന്താണ് പറയുന്നതെന്ന് നോക്കൂ. എന്നെക്കൊണ്ട് ഇതൊക്കെ ചെയ്യിക്കും, ഒടുവിൽ ഈ നാട് ദുരന്ത ഭൂമിയാക്കുമ്പോൾ എന്നെ ശപിക്കും. അപ്പോൾ ഇത് JCB പറയുകയാണ്. ഇനി നമ്മോട് ചോദിച്ച ചോദ്യം എന്താണ്? കാർട്ടൂൺ വിശകലനം ചെയ്ത് കുറിപ്പ് തയ്യാറാക്കുക. ഈ കാർട്ടൂൺ പരിസ്ഥിതി സംരക്ഷണത്തിൻ്റെ ആവശ്യകതയെക്കുറിച്ചുള്ളതാണ്. മല ഇടിക്കുന്നതും മരം മുറിക്കുന്നതും പ്രകൃതിയെ നശിപ്പിക്കുന്നതും കാണാം. പ്രകൃതി നശിക്കുമ്പോൾ അത് മനുഷ്യനെ തന്നെയാണ് ബാധിക്കുന്നത്. ഈ നാട് ദുരന്തഭൂമിയാകുമ്പോൾ എന്നെ ശപിക്കും എന്ന വാക്കുകൾ പ്രകൃതിയുടെ മുന്നറിയിപ്പാണ്. മനുഷ്യൻ്റെ അത്യാഗ്രഹം കാരണം പ്രകൃതി നശിക്കുകയും അതിൻ്റെ ഫലമായി പ്രകൃതി ദുരന്തങ്ങൾ ഉണ്ടാകുകയും ചെയ്യുമെന്ന സന്ദേശമാണ് കാർട്ടൂൺ നൽകുന്നത്. ഇനി നമുക്ക് ഇതിലെ തന്നെ ബി ക്വസ്റ്റ്യൻ നോക്കാം. എന്താണ് ബി ക്വസ്റ്റ്യൻ? പൂച്ചയെ രക്ഷിക്കാൻ ഒന്ന് ശ്രമിച്ചു നോക്കാം എന്ന പ്രസ്താവനയ്ക്ക് യോജിക്കുന്നത് എന്ത്? അവിടെ ഓപ്ഷൻസ് നൽകിയിട്ടുണ്ട്. പിടിവള്ളി കൊടുക്കുക, ചെണ്ട കൊട്ടിക്കാം, ഒരു കൈ നോക്കാം, നക്ഷത്രം മിന്നിക്കാം. ഇതിൽ പൂച്ചയെ രക്ഷിക്കാൻ ഒന്ന് ശ്രമിച്ചു നോക്കാം എന്നുള്ളതിൻ്റെ അർത്ഥമായി വരുന്നത് ഒരു കൈ നോക്കാം എന്നാണ്. ഒരു കൈ നോക്കാം എന്ന് പറഞ്ഞാൽ എന്താണ്? ഒന്ന് ശ്രമിച്ചു നോക്കാം. അപ്പോൾ ഇതിൻ്റെ ആൻസർ എന്താണ്? ഒരു കൈ നോക്കാം. അപ്പോൾ എൻ്റെ പ്രിയപ്പെട്ട മക്കളെ, ഇതോടുകൂടി ഒരു ക്ലാസ് ഇവിടെ അവസാനിക്കുകയാണ്. നിങ്ങൾക്ക് ഒരു ക്ലാസ് ഇഷ്ടപ്പെട്ടിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക, കൂട്ടുകാർക്കെല്ലാം അയച്ചു കൊടുക്കുക. അതുപോലെ ക്ലാസ് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണം. അപ്പോൾ എൻ്റെ ഹൃദ്യമായ നന്ദി.